ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വളരെ പാവപ്പെട്ടൊരു പെൺകുട്ടി, ഉദാഹരണമായിട്ട് പറയാണ്, വളരെ പാവപ്പെട്ടൊരു പെൺകുട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് വെക്കുക. ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സ്വന്തമായിട്ട് വീടില്ല, അച്ഛനൊന്നും തീരെ കുടുംബം നോക്കുന്നില്ല, അമ്മ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആവുന്നു, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, യൂട്യൂബിലൂടെ ആ കുട്ടി വരുമാനം ഉണ്ടാക്കുന്നു. ആ സമയത്ത് ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ഉണ്ടായിരിക്കും. അവർ പറയും, മോളുടെ എല്ലാ കഷ്ടപ്പാടും മാറും, മോള് നല്ല നിലയിലെത്തും, നല്ല ഉയർന്ന നിലയിലെത്തും, ഈ കഷ്ടപ്പാടുകളെല്ലാം മാറും, മോൾ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് കൊടുക്കും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ. ആ പെൺകുട്ടി ചാനൽ തുടങ്ങുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും. ചാനലിലൂടെ നല്ല വരുമാനം വന്നു തുടങ്ങുമ്പോൾ പഠനമൊക്കെ ഉപേക്ഷിക്കും. വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്, പഠനമൊക്കെ ഉപേക്ഷിക്കും. പിന്നീട് ആ കുട്ടി ആ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വരുന്നു, പണം സമ്പാദിക്കുന്നു, നല്ല നിലയിലെത്തുന്നു. അതുവരെ ജീവിച്ച ജീവിത നിലവാരം ഒക്കെ മാറിയിട്ട് നല്ല വീട് വെക്കുന്നു, സ്വന്തമായി ഏൺ ചെയ്യുന്നു. ആ ഒരു പഴയ നില പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നു. അത് കഴിയുമ്പോഴാണ് സോഷ്യൽ മീഡിയയുടെ യഥാർത്ഥ സ്വഭാവം കാണുന്നത്. അപ്പൊ അതിനിടയിൽ കമന്റുകൾ തുടങ്ങും. അവള് പണ്ട് എങ്ങനെ നടന്നതാ, അവൾക്ക് എന്താ ഉണ്ടായിരുന്നത്, ഇപ്പൊ കാശി വന്നപ്പോ അവളുടെ അഹങ്കാരം കണ്ടില്ലേ, അവള് കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണോ പെൺകുട്ടികൾ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റുകളും വരാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ, ഒരുപാട് പെൺകുട്ടികൾ നമ്മളെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഉണ്ട്. ആരുടെയും പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പലരെയും അറിയുന്നുണ്ടായിരിക്കും. എന്തായാലും അതിലൊരു ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഗ്ലാമി ഗംഗ എന്ന് പറയുന്നത്. ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ കുട്ടിയുടെ അനുഭവങ്ങൾ ഒരുപാട് തവണ ആ ചാനലിലൂടെ അല്ലാതെ TV ചാനലുകളിലും ഒക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്, ഇന്റർവ്യൂകൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛന്റെ അമിതമായ മദ്യപാനം കൊണ്ട് തകർന്നു പോയൊരു കുടുംബം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ബാല്യം, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആ അമ്മ ഈ രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഗ്ലാമി ഗംഗ ചാനൽ തുടങ്ങുന്നു. ഒരു കുഞ്ഞു വാടക വീട്ടിലാണ് ആ ചാനൽ തുടങ്ങുന്നത്. വാടക വീടുകൾ മാറി മാറി വരുന്നു. പിന്നെ ചാനലിലൂടെ ഒരു നല്ല ലെവലിലേക്ക് എത്തുന്നു, നന്നായി ഏൺ ചെയ്യുന്നു, നല്ല ലെവലിലേക്ക് എത്തുന്നു. ആ സമയത്ത് ഇപ്പൊ അടുത്ത് ഗ്ലാമി ഗംഗ നല്ലൊരു വീട് വെക്കുന്നു, ഈയുടെ വിവാഹം തീരുമാനിക്കുന്നു. ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇവര് ഈ ഉയർന്ന നിലയിലേക്ക് എത്തിക്കഴിയുന്നതോടുകൂടെ പിന്നെ നെഗറ്റീവ് കമന്റുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അപ്പൊ ഈ കുട്ടിയുടെ വിവാഹം തീരുമാനിച്ച സമയത്ത് വിവാഹത്തിന് ഇന്ന ആളെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ നമ്മളെല്ലാവരുടെയും ചാനൽ അങ്ങനെയാണല്ലോ, ഒരു പുതിയ ആൾ അതിൽ കണ്ടാൽ അത് ആരാണ്, എന്താണ് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ജനങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ വ്യക്തിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ തന്നെ ഒരു അന്വേഷണം അങ്ങ് നടത്തും. എന്നിട്ട് കണ്ടെത്തുന്നു ഇദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ചതാണ്, അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു. അന്നത് വളരെ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വിവാദമാവും ഈ വ്യക്തി നേരത്തെ വിവാഹം കഴിച്ചത് എന്നുള്ളത്. എന്തായാലും അത് കുറെ വിവാദമാവുന്നു. അപ്പൊ അവരതിന്റെ എക്സ്പ്ലനേഷൻ തരുന്നു. ആ വിവാഹം കഴിഞ്ഞതാണ്, ഡിവോഴ്സ് ആയതാണ്, ആ പെൺകുട്ടി ആദ്യ ഭാര്യ വേറെ വിവാഹം കഴിച്ചതാണ്, മകള് ആ ഭാര്യയുടെ കൂടെയാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഇവരുടെ നിശ്ചയം കഴിയുന്നു. അതിനു മുൻപ് പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ ഈ പയ്യന്റെ വീട്ടുകാരെ, അപ്പു എന്ന് പറയുന്ന പയ്യന്റെ വീട്ടുകാരെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടന്റ് ആണല്ലോ, വിവാഹമൊക്കെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്. വിവാഹമാണെങ്കിലും ഗർഭമാണെങ്കിലും പ്രസവമാണെങ്കിലും ഒക്കെ കണ്ടന്റ് ആണ്. അപ്പൊ ഗ്ലാമി ഗംഗയുടെ കാര്യത്തിലും വിവാഹം ഒരു വലിയ കണ്ടന്റ് ആണ്. പിന്നെ എല്ലാ വീഡിയോകളും വിവാഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വിവാഹത്തിന് വേണ്ട ഷോപ്പിങ്ങുകൾ ചെയ്യുന്നു, ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നു, സ്വർണം എടുക്കുന്നു, അങ്ങനത്തെ ഉള്ള കണ്ടന്റുകളാണ് പിന്നീട് വരുന്നതൊക്കെ. അപ്പൊ ഇതിന് അടുത്ത ദിവസമാണ് അവർ സാരി എടുക്കാൻ വേണ്ടി പോയത്, കല്യാണത്തിന് വേണ്ട സാരി എടുക്കാൻ വേണ്ടി പോയത്. നമ്മള് കുറെ കാലങ്ങളായിട്ട് കല്യാണത്തിന് വേണ്ടി സാരി എടുക്കുമ്പോൾ പയ്യന്റെ വീട്ടുകാരും ഒക്കെ കൂടി സാരി എടുക്കുന്ന ഒരു ചടങ്ങൊക്കെ കുറെ കാലങ്ങളായിട്ടുണ്ട്. ഈ സാരി എടുക്കുക എന്ന് പറയുന്നത്, പുടവ, കല്യാണത്തിന് ഉടുക്കുന്ന ഡ്രസ്സ്, ഇതൊക്കെ ഓരോ കാസ്റ്റ് അനുസരിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ചില സമുദായത്തിലാണെങ്കിൽ ഈ പെണ്ണിന്റെ വീട്ടുകാർ തന്നെയാണ് വിവാഹത്തിന് കൊടുക്കേണ്ട സാരി വാങ്ങുന്നത്. വിവാഹം കഴിയുന്നത് വരെ ആ പെൺകുട്ടി ആ വീട്ടിലുള്ളവരുടെ സ്വന്തമാണ്. എന്ന് വെച്ചാൽ ആ ഒരു പയ്യന് കൈ പിടിച്ചു കൊടുക്കുന്നത് വരെയുള്ള ആ പെൺകുട്ടിയുടെ കാര്യങ്ങളെല്ലാം പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിവാഹ സാരിയും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ വാങ്ങുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട് ചില കാസ്റ്റുകളിൽ. ചില ആളുകളാണെങ്കിൽ ഈ വിവാഹത്തിന് ഉടുക്കുന്ന സാരി പയ്യനാണ് വാങ്ങുന്നത്. എന്നിട്ട് തലേ ദിവസം വളരെ ആഘോഷമായിട്ട് പയ്യനും വീട്ടുകാരും കൂടെ ആ സാരി വന്ന് പെണ്ണിന് കൊടുക്കുന്നു. പെണ്ണ് പിറ്റേ ദിവസം ആ സാരി എടുത്ത് വിവാഹത്തിന് ഇറങ്ങുന്നു. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ഒരു രീതിയാണ് ഇതിലുള്ളത്. എന്തായാലും ഗംഗയുടെ കാര്യത്തില് ഗംഗയും വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും ഗംഗയുടെ വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് സാരി എടുക്കാൻ പോകുന്നു, സാരി സെലക്ട് ചെയ്യുന്നു, വാങ്ങുന്നു. അന്നും ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു, ഈ പയ്യന്റെ വീട്ടുകാരെന്താണ് ഒന്നിനും വരാത്തത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. സാരി എടുക്കാൻ പോകുന്നതും ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും ഒക്കെ ഒരു സാധാരണ സംഭവം തന്നെയാണ്. സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ പൊതുവെ പയ്യന്റെ വീട്ടുകാർ വരാറില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഈ സ്വർണ്ണമൊക്കെ കൃത്യമായിട്ട് ഇത്രയാണ് എടുക്കുന്നത്, അതാണ് എടുക്കുന്നത്, ഇത്ര നല്ല സ്വർണ്ണമാണ് എടുക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വരുന്ന പോലത്തെ ഒരു രീതിയാണ് ഈ പയ്യന്റെ വീട്ടുകാർ സ്വർണ്ണം എടുക്കാൻ വരിക എന്നുള്ള കാര്യത്തിലുള്ളത്. അപ്പോൾ സ്വർണ്ണം എടുക്കുന്ന കാര്യം അറിയില്ല.
എന്തായാലും ഗംഗ അടുത്ത ദിവസം താലി എടുക്കാനായിട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം ഹിന്ദു സമുദായത്തിലാണെങ്കിൽ താലി കെട്ടുക എന്നത് വളരെ ഒരു മഹത്തായ ചടങ്ങായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. താലിക്ക് ഒരുപാട് മഹാത്മ്യമുള്ള കാര്യമാണ് താലി എന്ന് പറയുന്നത്. താലി ഒരു വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താലി കെട്ടുക എന്നതാണ് വിവാഹം എന്നുള്ളതിന്റെ ഒരു വേറൊരു വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ താലി വാങ്ങുന്നത് പയ്യനായിരിക്കും, വിവാഹം കഴിക്കുന്ന പയ്യനായിരിക്കും താലി വാങ്ങുന്നത്. അയാളുടെ കാശുകൊണ്ട്, അയാൾ സമ്പാദിച്ച കാശുകൊണ്ട് അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് കെട്ടാനുള്ള താലി വാങ്ങുന്നു എന്നത് വളരെ നല്ലൊരു സങ്കല്പമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ താലി കെട്ടുന്നത് നമ്മൾ വെറുതെ അങ്ങ് കെട്ടുന്നതല്ല. കൃത്യമായ മുഹൂർത്തം നോക്കിയിട്ട് നമ്മൾ ഹിന്ദു വിശ്വാസമുള്ള ആളാണെങ്കിൽ ഒരു ജോത്സ്യനെ കണ്ട് ജോത്സ്യം പറയാണ് 10 മണിക്കും 11:30ക്കും ഇടയിലാണ് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ആ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ താലി കെട്ടുന്നത്. മുഹൂർത്തം മാറി വേറൊരു സമയത്തൊന്നും നമ്മൾ താലി കെട്ടുന്നില്ല. താലി കെട്ടുന്നു, അതേപോലെ പുടവ കൊടുക്കുന്നു. ഇതൊക്കെ ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ താലി എന്ന് പറയുന്നത് അത്രയും നമ്മളൊരു പ്രഷ്യസ് ആയിട്ട് മഹത്തായിട്ട് കാണുന്നൊരു സംഭവമാണ്. താലി ഇങ്ങനെ ഈ ചെക്കൻ സ്വന്തമായി സൂക്ഷിച്ച് വിവാഹത്തിന് മാത്രമേ ഈ പെൺകുട്ടി കാണുന്നുള്ളൂ എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്ത് അറിയാം, ഒരു പെണ്ണ് കാണാൻ വരുന്നു, ആ ഒരു ദിവസം മാത്രമേ ഈ പയ്യനും ഈ പെൺകുട്ടിയും കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ വിവാഹത്തിനായിരിക്കും കാണുന്നത്. ഈ താലി എങ്ങനെയുള്ളതാണെന്നോ എന്താണെന്നോ ഒന്നും പെൺകുട്ടിയുടെ ചോയ്സ് അല്ല. പലതരത്തിലുള്ള താലികളുണ്ട്. നമ്മൾ ഈ അല്ല കൃഷ്ണൻ അല്ല താലി എന്ന് പറഞ്ഞിട്ട് ഓം എഴുതിയ വലിയ ഇലയിലുള്ള താലിയൊക്കെ ഉണ്ട്. തുളസി ഇലയില് രൂപത്തിലുള്ള താലിയുണ്ട്. അതേപോലെ തന്നെ ചെറിയ താലി, കുമ്പളത്താലി എന്ന് പറഞ്ഞിട്ട് ചെറിയ താലിയുണ്ട്. അപ്പൊ ഇതിലൊന്നും നമുക്ക് ചോയ്സ് ഇല്ല. ഈ പയ്യന്റെ വീട്ടുകാര് എന്ത് താലി സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നോ അത് ഈ പെൺകുട്ടി കെട്ടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കാലം ഒരുപാട് മാറി. താലി ഇട്ടുകൊണ്ട് നടക്കേണ്ടത്, ജീവിതകാലം മുഴുവൻ ഇട്ടുകൊണ്ട് നടക്കേണ്ടത് പെൺകുട്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് ഇന്ന താലി വേണം എന്നൊരു ചോയ്സ് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ ചിലപ്പോൾ ആ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനോട് പറയും, എനിക്ക് ചെറിയ താലി മതി, അല്ലെങ്കിൽ എനിക്ക് വലിയ അല്ലയിലുള്ള താലിയാണ് ഇഷ്ടം, ഓം എഴുതിയ താലിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലുള്ള താലിയാണ്, നീല കളറുള്ള താലിയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പെൺകുട്ടി പോയിട്ട് താലി സെലക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഗംഗ പോയിട്ട് താലി വാങ്ങുകയാണ്. അവിടെ പോകുന്നു. അപ്പോൾ ഗംഗയുടെ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്, താലിയൊന്നും അപ്പുവിനെ കൊണ്ട് കെട്ടിച്ചു നോക്കരുതേ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ അപ്പു താലി കെട്ടി നോക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഗംഗ തന്നെയാണ് താലികളൊക്കെ അവിടുന്ന് സെലക്ട് ചെയ്യുന്നു, എല്ലാം ഇട്ട് നോക്കുന്നു, കുളത്തടക്കം ഇട്ട് കഴുത്തിൽ വെച്ച് നോക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഗംഗ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. കമന്റുകളൊക്കെ പിന്നീട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ആദ്യം കണ്ട കമന്റുകളൊന്നും പിന്നീട് കണ്ടില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ കമന്റ് നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല. ഒരുപാട് നെഗറ്റീവ് കമന്റുകളുണ്ട്. എന്തിനാണ് താലി ഇട്ട് നോക്കുന്നത്? താലി വളരെ മഹത്തായിട്ടുള്ള ഒരു സംഭവമല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോ താലി കെട്ടുക എന്ന് പറയുന്നത് മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് വളരെ ഒരു നല്ല പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബന്ധം, കാലാകാലം നിൽക്കുന്ന ഒരു ബന്ധം പോലെയാണ് താലി കെട്ടുന്നത്. താലി കെട്ടുന്നതിൽ വിശ്വാസമുള്ള ആളുകളാണ് താലി കെട്ടുന്നത്. ഹിന്ദു വിവാഹ പ്രകാരം വിവാഹം കഴിക്കുന്ന ആളുകളാണ് ഈ താലി എന്ന് പറയുന്ന ഈ ഓമൊക്കെ എഴുതിയ താലി കെട്ടുന്നത്. അല്ലാത്തവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവര് മന്ത്രകോടിയിൽ നിന്ന് നൂലെടുത്തിട്ട് അതിൽ താലി കെട്ടുന്ന വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങ് അവർക്കുണ്ട്. അതേപോലെ മുസ്ലിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ മഹർ എന്ന് പറഞ്ഞിട്ട് ഈ വിവാഹം കഴിക്കുന്ന ആളുടെ പേരെഴുതിയ ഒരു മാല ഇടുന്ന ചടങ്ങ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും വളരെ ഒരു നല്ല കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ താലി എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് വിവാഹത്തിന് ആ ഒരു മണ്ഡപത്തിൽ വെച്ചിട്ട് പയ്യന്റെ അച്ഛൻ താലി എടുത്തിട്ട് മോന് കൊടുക്കുന്നു, കെട്ടിക്കോളാൻ പറഞ്ഞിട്ട് താലി കൊടുക്കുന്നു. ചില ആളുകളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പയ്യൻ അമ്മാവിനോടോ അച്ഛനോടോ സമ്മതം ചോദിക്കും, കെട്ടട്ടെ സമ്മതം 3 വട്ടം സമ്മതം ചോദിച്ചിട്ട് താലി കെട്ടുന്നു. അങ്ങനെയൊക്കെ അതൊരു ചടങ്ങാണ്. അപ്പൊ അങ്ങനെ ചടങ്ങായിട്ട് നടത്തണ്ട. ഒന്ന് തൊടുന്നത് പോലും, ആ താലി സ്വന്തം ശരീരത്തിൽ തൊടുന്നത് പോലും ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു താലി വെറുതെ കടയിൽ പോയിട്ട് കുറെ എണ്ണം സെലക്ട് ചെയ്ത് ഇത് ഭംഗിണ്ടില്ലേ എന്ന് ചോദിച്ചു മാറി മാറി ഇടുന്നത് കാണുമ്പോൾ ആളുകൾ ഒരുപക്ഷെ നെഗറ്റീവ് കമന്റ് ഇടും എന്നുള്ളത് തന്നെയാണ്. അത് ഒരു നമുക്കതിന് അങ്ങനെ ഒരു കുറ്റമായിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളെ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളും ചിന്തിക്കും, എന്തിനാണ് ഈ താലിയൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് വാങ്ങുന്നത്? കുളത്ത് വരെ ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. പിന്നെ ഈ താലി കെട്ടുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്, അത് ആ ഒരു മുഹൂർത്തം മുതൽ, നമ്മൾ താലി കെട്ടുന്ന മുഹൂർത്തം മുതലാണ് നമ്മളുടെ വിവാഹ ജീവിതം എന്ന് പറയുന്ന കാര്യങ്ങള് വിശ്വാസമുള്ള ആളുകൾ, ഹിന്ദു വിവാഹത്തിൽ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ഒക്കെ വിശ്വാസമുള്ള ആളുകൾ ആ താലി കെട്ടുന്ന നിമിഷം മുതലാണ് ആ വിവാഹ ബന്ധത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ താലി കഴുത്തിൽ വീഴുന്ന നിമിഷം മുതലാണ് ആ വിവാഹ ബന്ധത്തിന്റെ ഒരു രീതി പോകുന്നത്. എന്ന് വെച്ചാൽ ഇത്ര കാലം വരുമ്പോൾ ഓരോ ദശ മാറി വരുന്നു. ഈ പയ്യന്റെയും പെണ്ണിന്റെയും ജാതകം ചേർത്ത് വെച്ച് ആ ഒരു വിവാഹം നടത്തി കഴിയുമ്പോൾ അത് മുതൽ നമ്മളുടെ ലൈഫിലെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഇന്ന ദശാസന്ധി വരുമ്പോൾ ഇങ്ങനെ ദോഷം സംഭവിക്കുക, ചിലപ്പോൾ ഒരാൾക്ക് മരണം,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ജാതകമൊക്കെ വെച്ചിട്ട് ഒക്കെ കണക്കാക്കുന്നത് ഈ താലി കെട്ടിയ നിമിഷം മുതലാണ്. ഇപ്പൊ ജാതകത്തിലൊക്കെ ദോഷമുണ്ട്, പരസ്പരം ചേരാത്ത ജാതകമാണ്, എന്നാലും വിവാഹം കഴിക്കണം, പ്രേമിച്ചു പോയി വിവാഹം കഴിക്കണം, എന്നാൽ വിശ്വാസമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളോട് പലപ്പോഴും ഈ ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ താലി കുളത്തിട്ട് കെട്ടാതിരിക്കുക, അല്ലെങ്കിൽ മഞ്ഞച്ചരടാണെങ്കിൽ കെട്ടുന്നതെങ്കിൽ കെട്ടാതിരിക്കുക, പെങ്ങളെ കൊണ്ട് താലി കെട്ടിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഈ താലി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ അങ്ങനെ ചടങ്ങിന്റെ പോലും ആവശ്യം നമുക്കില്ലല്ലോ. ഈ പ്രാധാന്യം കൊടുക്കാത്ത ആളുകളാണ് ഇങ്ങനെ കടയിൽ പോയി നിസ്സാരമായിട്ട് ഇത് വാങ്ങി മാറി മാറി കഴുത്തിലിട്ട് നോക്കി ഭംഗിയുണ്ടോ നോക്കിയിട്ട് വാങ്ങുന്ന വെച്ചാൽ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമുക്ക്. അവരത് ആ ചടങ്ങ് എന്തിനു നടത്തുന്നു എന്നേ പറയാനുള്ളൂ. ഇതൊരു മോശം കാര്യമാണോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ശരി ഏതാ തെറ്റേതാ മോശം ഏതാ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവരും വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തം വിവാഹം സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നു, സ്വന്തമായി സമ്പാദിക്കുന്നു, സ്വന്തം കാശ് കൊണ്ട് വിവാഹം നടത്തുന്നു, സ്വർണം വാങ്ങുന്നു. അപ്പൊ സ്വന്തം ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. പണ്ടത്തെ പോലത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് ഒരു വില കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിന് വരുന്ന കുറെ നെഗറ്റീവ് കമന്റുകൾ, ഈ അപ്പു എന്ന് പറയുന്ന വ്യക്തിയുടെ 2ാം വിവാഹമാണല്ലോ, ഇനിയിപ്പോ കാലാകാലം എത്ര കാലം കഴിഞ്ഞാലും ഈ ഗംഗയ്ക്ക് ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ, ഇങ്ങനത്തെ കുറെ നെഗറ്റീവ് കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഉണ്ട്. ആദ്യത്തെ ഭാര്യയെ ഈ അപ്പു ഇതുപോലെ നോക്കിയിരുന്നെങ്കിൽ ആ വിവാഹം ഇന്നും നിലനിൽക്കായിരുന്നില്ലേ, ആ കുട്ടിക്ക് അച്ഛൻ ഉണ്ടാവുമായിരുന്നില്ലേ എന്നൊക്കെ ഉള്ള കമന്റുകൾ, അതിനൊക്കെ ഒരുപാട് ലൈക്കും ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് പലർക്കും അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പയ്യന്റെ വീട്ടുകാരെന്താണ് ഈ ചടങ്ങിനൊന്നും വരാത്തത്, അല്ലെങ്കിൽ സ്വർണ്ണം എടുക്കാൻ വരാത്തത്, അല്ലെങ്കിൽ സാരി എടുക്കാൻ വരാത്തത്, ഈ പയ്യനെ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തോ അവിടുന്ന്, വീട്ടുകാരെ ഈ പയ്യനെ ഉപേക്ഷിച്ചോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഈ സോഷ്യൽ മീഡിയയിൽ വരാനും യൂട്യൂബ് ചാനലിൽ വരാനും ഈ അഭിനയത്തിന് നിന്നു കൊടുക്കാനും ഒന്നും താല്പര്യം കാണില്ല. പലർക്കും കാണില്ല, പലർക്കും മടി കാണും. ഇപ്പൊ ഈ അപ്പുവിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. നമ്മൾ അവരുടെ പെണ്ണുകാണൽ ചടങ്ങിൽ കണ്ടിട്ടുള്ളതുമാണ്. അപ്പൊ അവർക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരാനൊക്കെ ചിലപ്പോൾ മടി കാണും, അല്ലെങ്കിൽ ഈ വീഡിയോയിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ആക്ടിങ്ങിനൊക്കെ മടി കാണും. സത്യത്തിൽ ഇതൊക്കെ ഒരു ഡ്രാമ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ട് അതൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കുന്നു. വിവാഹത്തിന്റെ അല്ലെങ്കിൽ സ്വർണ്ണം എടുക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ, ഇതൊക്കെ ഒരു കണ്ടന്റ് ആണ്, ഒരു ഡ്രാമ പോലെ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നുന്ന കുറെ കാര്യങ്ങൾ ചേർത്ത് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അതിൽ വന്നിട്ട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പയ്യന്റെ വീട്ടുകാർ മാറി നിൽക്കുന്നത് എന്നേ പറയാനുള്ളൂ. എന്തായാലും താലി വാങ്ങി, താലി ഇട്ടു നോക്കി, സ്വന്തമായിട്ട് ഇട്ടു നോക്കി, ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോൾ ആളുകൾ അഭിപ്രായം പറയും എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.